എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ ഇന്ന് ഒരു ബന്ധു പ്രഖ്യാപിച്ച ബന്ദിൻ്റെ ഏതാണ്ട് അവസാന മണിക്കൂറുകളാണ്. ബന്ദിൽ നടന്ന എല്ലാ രംഗങ്ങളും നമ്മൾ കണ്ടു. ഏറ്റവും തമാശ എന്ന് പറയട്ടെ, ഒരു സൈഡിൽ ബന്ദ് അനുകൂലികളെ അവരുടെ അക്രമങ്ങളിൽ നിന്നും പിരിച്ചുവിടാൻ ശ്രമിക്കുമ്പോൾ ഒരു DYSP, അത് ക്രൈംബ്രാഞ്ചിൻ്റെ ആണെന്ന് തോന്നുന്നു, അദ്ദേഹം വന്നു അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച പോലീസുകാരെ ഷൗട്ട് ചെയ്ത് ആരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച അവരെല്ലാം ഫ്രീ ആക്കി വിടുന്നു. ലോകത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ചരിത്രത്തിലില്ലാത്ത സംഭവങ്ങളാണ് ഇന്ന് അരങ്ങേറിയത്. ഇതിനപ്പുറം ഇനിയൊരു സംഭവം നടക്കാനില്ല. കാരണം പോലീസിനെ വരെ രണ്ട് തട്ടിലാക്കിയ ഒരു സമരമുറ, അതും രാഷ്ട്രീയക്കാരുടെയും ഭരണപക്ഷിയുടെയും ഒത്താശയോടൊപ്പം. ഈ കണക്കിന് പോയിക്കാൻ ഇനി എന്തെങ്കിലും ബന്ധോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഇനി CRPFനെ വിന്യസിച്ചതിൽ മാത്രമേ ഇതിലൊരു സമാധാനം കാണൂ. അവർ ഹിന്ദിക്കാരാണ്, അവന്മാർക്ക് പിന്നും നോക്കത്തില്ല. എന്തെങ്കിലും അനാവശ്യമായ കാര്യങ്ങൾ അവന്മാർ ലാത്തിങ് അടിക്കും, അവന്മാർ ചീത്തയും പറയും. കാരണം അവർക്ക് അങ്ങനെ യാതൊരു ഇതില്ല. അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നവരാണ്. കേരള പോലീസിന് പോലെ അല്ല. അതുകൊണ്ട് സഹാക്കളെ, നിങ്ങൾക്ക് ഇന്ന് വരെ നടന്നു കഴിഞ്ഞു. ഇനി യൂണിവേഴ്സിറ്റി പരിസരങ്ങളെല്ലാം നിങ്ങളുടെ യുദ്ധക്കളമാക്കുന്നു, നിങ്ങളുടെ സമരമുഖമാക്കി എല്ലാം മാറ്റുന്നു. ബട്ട് ഒരിക്കൽ നിങ്ങളെ നേരിടുന്നത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കേരള പോലീസ് ആയിരിക്കില്ല, ആ CRPF ആയിരിക്കും. ഏത് സമയത്തും അങ്ങനെ സംഭവിക്കാം. നിങ്ങൾ ഉഷാറായിരിക്കുക. അന്ന് നിങ്ങളുടെ പാർട്ടിക്കാരൊന്നും നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. പാർട്ടിക്കാരൊന്നും അവർക്കും കിട്ടും തല്ല്. കാരണം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, ഈ ഇടയ്ക്കെങ്ങാണ്ട് ഈ മന്ത്രി വീണ ജോർജ് ദുബായിൽ പോയി ഭർത്താവുമായിട്ട് വന്നപ്പോൾ അവിടെ കസ്റ്റംസായിട്ട് കുറേ ബഹളമൊക്കെ കാണിച്ചു. അവർ ബാഗ് വരച്ച് അവസാനം ദേഹപരിശോധന ചെയ്ത് എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങേണ്ടി വന്നു. അവിടെ ഒത്തിരി ഷോയൊക്കെ കാണിച്ചു. ഇവർക്കൊക്കെ എല്ലാം എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അത് അഹങ്കാരം, ധാർഷ്ട്യം. ഇവിടെ എന്തും നടത്താം. പിണറായിയുടെ ആളാണെങ്കിൽ അവിടെ എന്തു കോമാളിത്തരം ഈ കേരളത്തിൽ നടത്തി തീർക്കാമെന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത്. അതെ, ഇന്ന് നടന്ന ഭാരത് ബന്ദിൻ്റെ യഥാർത്ഥത്തിൽ അതിൽ ഭാരത് ബന്ദിൻ്റെ അല്ല ശരിക്കും അത് കണ്ടെത്തിയത്. അവിടെ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഗവർണറുമായിട്ട് തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങളാണ്. അതിന് യൂണിവേഴ്സിറ്റിയെ വളമാക്കി അവർക്ക് വേണ്ട എല്ലാ തോന്നിയാസങ്ങളും കാണിക്കൂ. അത് ഈ ഇന്ത്യ ബന്ദിൻ്റെ പേരിൽ നടത്തിയെങ്കിൽ തന്നെയും അതിൻ്റെ പ്രധാന ഉദ്ദേശം ഈ ഗവർണർക്ക് എതിരായിട്ടുള്ള ഒരു സമരമായിരുന്നു ഇന്ന് കണ്ടെത്തിയത്. കാരണം അതിന് ഈ ഗവർണർ പോലീസുകാർക്ക് ഇഷ്ടമില്ല എന്നുള്ള വലിയൊരു ഉദാഹരണമാണ് ഇന്ന് സമരക്കാർക്ക് സപ്പോർട്ടായിട്ട് ഒരു DYSP തന്നെ രംഗത്തിറങ്ങി വന്നത്. ഒരു കുഴപ്പമില്ല, വളരെ കൂളായിട്ട് വന്ന് ഇയാൾ എന്തിനാ അവിടെ വന്ന്, ഇയാൾ ആര് പറഞ്ഞാണോന്നും അറിയില്ല. അത് ഭ്രമം പിടിച്ചു പോയി. അത് SFIക്കാരുടെ അവരുടെ ആ സമരത്തിൽ ആഹ്ലാദം പൂണ്ടു. പാവം DGPയുടെ ഗതികേടാണ്. DGP ഇതിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമെന്നറിയില്ല. എടുക്കാൻ പറ്റില്ല. നോ, ഉണ്ടാവില്ല. ഒന്ന് മനസ്സിലാക്കുക, ഈ ഭാഗത്ത് ഒരിക്കൽ ഈ കേരള പോലീസിനെ മാറ്റി നിർത്തി കംപ്ലീറ്റ് കേന്ദ്ര സേനയായിരിക്കും ഇനി സമരങ്ങളെ നേരിടാൻ പോണത്. അന്ന് ഇതിൻ്റെ എല്ലാ പലിശയും ചേർത്ത് ഈ സമരക്കാർക്ക് ഏറ്റുവാങ്ങേണ്ടി വരും. അത് അവർക്ക് നേതാവാരാണ്, മന്ത്രി ഏതാണെന്നും കേന്ദ്ര സേനയ്ക്കൊന്നും അറിയില്ല. ഇന്ന് നമ്മുടെ ഗോവിന്ദ മാസ്റ്ററും വന്ന് അഭിവാദനങ്ങൾ അർപ്പിച്ചു. മക്കളെ പോയി വരേണ്ട എന്താണെന്ന് ചോദിച്ചോ, ഞങ്ങൾ പിന്നാലെ ഉണ്ട് എന്നുള്ളൊരു ഹുങ്കാണെന്ന് കാണിച്ചത്. അത് ഈ സമരത്തിലുടനീളം നമുക്ക് കാണാൻ സാധിച്ചു. പോലീസുകാർ വരെ
സമര അനുകൂലികൾക്ക് വേണ്ട സഹായം ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ പോലീസ് സേനയുടെ എന്താണ് കഴിവെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്തായിരുന്നാലും ഇതിൻ്റെ അവസാനം എവിടെ പോയി നിൽക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. നടക്കാൻ പോണ പൂരം നമുക്ക് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. എല്ലാവരും തയ്യാറായിക്കുക. DYFIക്കാരും SFIക്കാരോടും ഒന്ന് പറയുകയാണ്, നിങ്ങളുടെ നാളുകൾ എണ്ണിക്കഴിഞ്ഞു. കാരണം നിങ്ങൾക്കെപ്പോഴും ഈ കേരള പോലീസ് സഹായത്തിന് ഉണ്ട് എന്നുള്ളൊരു ഹുങ്ക് നിങ്ങളുടെ മനസ്സിലുണ്ട്. അത് വൈകാതെ തന്നെ വിത്തൗട്ട് എനി നോട്ടീസ് അത് അസ്തമിക്കും. ആ അസ്തമന സമയത്താണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നത്. നിങ്ങൾ എന്തിൻ്റെങ്കിലും പേരിൽ പറഞ്ഞ് ആരെയും എന്ത് തോന്നിയാസത്തോറും കാണിക്കാമെന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി എല്ലാ നേതാക്കളിലും കടന്നുകൂടി. അതാണ് ഈ ബന്ദിൽ ഉടനീളം കണ്ടത്. പോലീസുകാർ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമരക്കാർ അതിക്രമിച്ച് കയറുമ്പോൾ പോലീസുകാർ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഒരു കുഴപ്പമില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിക്കോളൂ. കാരണം പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പോലീസുകാരനെ പിടിച്ചു കഴിഞ്ഞാൽ അവന് തല്ലും കിട്ടും. അവർ തല്ലി കിട്ടി, ഒത്തിരി പേർക്ക് തല്ലി കിട്ടി. ഈവൻ SIക്കവരൊക്കെ തല്ലി കിട്ടി. പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊന്നും മാധ്യമത്തിൽ എല്ലാ ഫുൾ സ്കെയിൽ വന്നിട്ടില്ല, നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്നിരുന്നാലും പോലീസുകാരും ഇനി സൂക്ഷിക്കുക. നിങ്ങൾ ജോലി ചെയ്യുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൂടിയാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചും കണ്ടും കേട്ടും നിൽക്കുക. നിങ്ങൾ ഈ ചാരന്മാരുടെ വലയിൽ പെടാതിരിക്കുക. എന്നും ഭരണം ഒരാൾക്കുള്ളതുമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അവസാനം ഈ സസ്പെൻഷനും അതുമില്ലായൊക്കെ ഓരോ ഓഫീസിനും കയറി ഇറങ്ങുന്ന ഗതികേട് ആർക്കും ഉണ്ടാകരുത്. എല്ലാം നമ്മുടെ സ്വന്തം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതൊരു മിഥ്യാബോധമാണ്. അങ്ങനെ വരാതിരിക്കട്ടെ. കൂടുതൽ ഇതിനെപ്പറ്റി പറഞ്ഞാൽ നമുക്ക് തന്നെ നാണക്കേടാണ്. നല്ലതൊന്നും പറയാനില്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ബഹുമാനപ്പെട്ട കേരള ജനതയോട് പറയുന്നു, നമുക്കിതും ഇതിനപ്പുറവും സഹിക്കേണ്ടി വരും. കാര്യം നമ്മൾ തന്നെയാണ് ഇതുങ്ങളെ പിടിച്ച് ചെങ്കോലും കൊടുത്ത് കയറ്റിയത്. അനുഭവിക്കുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.